ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലൈൻ. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി കണ്ടാലോ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കുറച്ചൊക്കെ കറുത്ത പഴം ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ മടിയായിരിക്കും മിക്കവാറും പേർക്ക് അല്ലേ. അപ്പോൾ അത് കളയാതെ നമുക്ക് നല്ലൊരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നോക്കിയാലോ, ആദ്യം പഴം ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 പഴം തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഈ പഴം കൊണ്ട് കുറച്ച് ഷേക്കും റെഡിയാക്കുന്നുണ്ട് ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കാൻ. പിന്നെ കുറച്ച് ഇതുപോലത്തെ ഈ ഒരു സ്നാക്സാണ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 പഴം ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഉടച്ച് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3 ഏലക്കയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മൈദയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ പഴത്തിൽ നിന്നുള്ള ആ ഒരു വെള്ളം, ആ ഒരു നനവ് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ കുഴച്ച് കിട്ടണം. എന്നിട്ട് ഇങ്ങനെ നുള്ളിയിടുന്ന ഒരു പരുവാവണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വയ്ക്കാം, എന്നിട്ട് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കിയാലും റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ പക്കാവട ഒക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു സ്റ്റൈലിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം. ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. എല്ലാ മാവും അതുപോലെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് 4 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ എളുപ്പത്തിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ.